experience Etihad Rail. UAE ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിതാ ഫുജൈറ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇതാ എത്തിഹാദ് റെയിൽ കാണുന്ന നമ്മുടെ പറകില് കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമ്മളിതാ കയറാൻ പോവാണ് ഇതിലോട്ട്. രാവിലെ 5 മണിക്കാണ് നമ്മൾ എത്തിയിട്ടുണ്ട് ഫുജൈറ സ്റ്റേഷനിൽ. എത്തിഹാദ് റെയിലിന്റെ എഞ്ചിന്റെ സൗണ്ട് ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിതാ ഇവിടെ പാർക്ക് ചെയ്തതിനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ബഗ്ഗി ഇട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ബഗ്ഗി എടുത്തിട്ട് നമുക്ക് അവിടെ പോകാം. ഇവിടെ ഇങ്ങനെ നല്ല ഫോഗി ആയിട്ട് കിടക്കാണ്. രാവിലെ തന്നെ 5 മണി ആയതുകൊണ്ട് ആ ബഗ്ഗി പോകാം. ഈ ബഗ്ഗി വേണമെങ്കിൽ നമുക്ക് ഷട്ടിൽ സർവീസ് പോലെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി തരും. അതുപോലെ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് കേട്ടോ. എത്തിഹാദ് റെയിൽ ഷട്ടിൽ ബസ് ഏരിയ ഉണ്ട്. അത് ഇതുവരെ തുടങ്ങിയില്ലാന്ന് തോന്നുന്നു, കാണുന്നില്ല ബസ്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബസ് വരുമായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇതാ ഫുജൈറ സ്റ്റേഷനിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് എൻട്രി കേട്ടോ. ഇങ്ങനെ കയറിയിട്ട് ഇതാണല്ലോ, ഇവിടെയൊക്കെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ പാർക്കിംഗ് ആണ്. ഹലോ, ഓൺലൈൻ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഓൺലൈൻ ടിക്കറ്റ് വേണം നമുക്ക് ടിക്കറ്റായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഡയറക്റ്റും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത സാധനം നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കംഫർട്ടിന് 70ഉം പ്രീമിയത്തിന് 150ആണ്. ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് കംഫർട്ടിന് 55ഉം പ്രീമിയത്തിന് 120 ആയിരുന്നു. ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ തന്നെ ചാർജ് എന്ന് പറഞ്ഞാൽ 50% ഓഫാണ്. ഇതും ഇപ്പം ഡിസ്കൗണ്ടിലാണുള്ളത്. 4 ടിക്കറ്റ്, നമ്മുടെ എല്ലാ ടിക്കറ്റും ഇതിൽ പ്രിൻ്റ് ആവുന്നുണ്ടെന്നല്ല. ഇതാണ് ടിക്കറ്റ് കേട്ടോ. യെസ്, സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടും കേട്ടോ. ഫസ്റ്റ് ജേണി ലാസ്റ്റിംഗ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് അതിന് പ്രിൻ്റ് ചെയ്തിട്ട് പേരും ഡേറ്റൊക്കെ എഴുതി ടിക്കറ്റ് പ്രിൻ്റ് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം, സോവനീറായിട്ട് സൂക്ഷിക്കാം. ഒരുപാട് പരിപാടി ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ 5:15 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിക്കാം. ഇതാ സ്റ്റാർബക്സിൻ്റെ ഒരു ഷോറൂമുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്രോസറി പോലത്തെ സംഭവമുണ്ട്. ഇതാണ് നമുക്ക് കയറേണ്ട വഴി വരുന്നത്. ഇങ്ങനെ കയറിയിട്ട് ഇതാ ഇവിടെ സ്കാൻ ചെയ്തിട്ട് ഉള്ളോട്ട് കയറാൻ പറ്റും. ഇങ്ങനെ ഇവിടെ സ്കാൻ ചെയ്ത് ഓപ്പണായി. യെസ്, ഇങ്ങനെ പോവാം പ്ലാറ്റ്ഫോമിലേക്ക്. പ്ലാറ്റ്ഫോം 2 എന്നാണ് നമുക്ക് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ലിഫ്റ്റ് കയറാം, അല്ലെങ്കിൽ എസ്കലേറ്റർ കയറിയിട്ട് പോവാം. ഇങ്ങനെ കയറി ട്രെയിൻ കാണുന്നില്ല. 5:14 നമ്മുടെ ട്രെയിനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 അടുത്ത ട്രെയിന് വൈകുന്നേരം 5:28 ഇതാണ് പ്രീമിയം ക്ലാസ് ലോഞ്ച് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് പ്രീമിയം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ട്. പ്രീമിയം ക്ലാസ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ലോഞ്ചിൻ്റെ പ്രീമിയം ക്ലാസ് ലോഞ്ചിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ ഡ്രിങ്ക് ഉണ്ട്, കോഫി ഉണ്ട്. ഹലോ, Coach 1 last. Enjoy. Thank you. ഇതാണ് ട്രെയിന്. വാവ്, ഏതാ കോച്ച് 1, കോച്ച് 2, കോച്ച് 3 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കോച്ച് 4 എത്തിയതില്ല. നമുക്ക് കോച്ച് 1 എത്തണം. സമയം 5:20 5:34 ട്രെയിന് പോകുന്നത്. ഹലോ, 1. ഓക്കെ, താങ്ക് യു. അപ്പോൾ കോച്ച് നമ്പർ 3 എത്തി. നമ്മൾ കോച്ച് നമ്പർ 1 നമ്മൾ അബുദാബിയിലോട്ട് പോകുന്നത് പ്രീമിയം ക്ലാസ്സിലാണ്, തിരിച്ചു വരുന്നത് നോർമൽ ക്ലാസ്സിലുമാണ്. രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന. അപ്പോൾ ഇതാ നമ്മളെ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് കയറാൻ പോകുന്നത്. എഞ്ചിൻ്റെ തൊട്ടടുത്തുള്ള അടുത്തോട്ടെത്തി നമ്മളിതാ കോച്ച് നമ്പർ 2. ഇങ്ങനെ കയറാമല്ലേ, ഇവിടെ നിന്നൊക്കെ കയറാം. ഡയറക്റ്റ് അവിടെ നിന്ന് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, ഈ എൻഡിൽ നിന്ന് വേണമെങ്കിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ ട്രെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം കേട്ടോ. നല്ല സൗണ്ടാണ്, എഞ്ചിൻ്റെ സൗണ്ട്, നല്ല സൗണ്ട് കേൾക്കാം അല്ലേ. ഇതാ എഞ്ചിൻ്റെ സൈഡിലോട്ട് നമ്മൾ നടന്നു പോവാണ്. ഏറ്റവും ഫ്രണ്ട് പോയിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. ഡീസൽ എഞ്ചിനാണ് കേട്ടോ, ഇലക്ട്രിക് അല്ല, ഡീസൽ എഞ്ചിനാണ്. ഇതാണ് എഞ്ചിൻ വരുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം എൻഡ് അല്ലേ. ഇതാണ് എൻഡ്, ഇതാണ് ഇതിന്റെ എൻഡ്. ഇത് ഇങ്ങോട്ട് നമുക്ക് പോകേണ്ടത്. നമ്മൾ കോച്ച് നമ്പർ 1 പ്രീമിയം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. ആണോ, ഓക്കെ. പുഷ് ചെയ്ത് തുറന്ന് അങ്ങോട്ട് കയറി. ഇവിടെയാണ് നമ്മുടെ സീറ്റുള്ളത്. ഇവിടെ ഒരു സീറ്റുണ്ട്, അതും സീറ്റാണ്. നമ്മൾ 2 സിംഗിൾ സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന സീറ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. സീറ്റിലിരുന്ന് ഇതാ ഇങ്ങനെ നല്ല അടിപൊളി വിശാലമായ സീറ്റാണ് കേട്ടോ. നല്ല കുഷ്യനിങ് ഒക്കെ ആയിട്ട് കിടിലൻ സീറ്റാണ്. എയർലൈനിലെ ഫസ്റ്റ് ക്ലാസ് ഇരിക്കുന്ന
ഫീലാണ് ഇതിലിരിക്കുന്ന സമയത്ത് കേട്ടോ. അതുപോലെ ഇതാ ഇവിടെ ഇങ്ങനെ 2 ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റിൻ്റെ മുകളിൽ നമുക്കിതാ സീറ്റ് അഡ്ജസ്റ്റ് ആവുന്നുണ്ടോ. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആവുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്ലൈൻ ചെയ്തിട്ട് ഇങ്ങനെ റിക്ലൈൻ ചെയ്തിരിക്കാം. ഇത്രയും റിക്ലൈൻ ആവും. അതുപോലെ ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഫുഡ് റെസ്റ്റിൽ കാല് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാം. ഇവിടെ സുഖമായിട്ടിരിക്കാം. ഇവിടെ ഇത് ഫുഡിൻ്റെ ടേബിളാണ്. വാവ്, കളറൊക്കെ അടിപൊളിയാണല്ലോ. റെഡ് കളറൊക്കെ ആയിട്ട് എല്ലാം ലൈറ്റൊക്കെ വെച്ചിട്ടേ ഇത് ഫുഡ് കഴിക്കുന്ന സമയത്തുള്ള ട്രേ. അതുപോലെ വേറെ എക്സ്ട്രാ ട്രേ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഐപാഡൊക്കെ വെച്ച് നിങ്ങൾക്ക് ഫോണൊക്കെ വെച്ചിട്ട് കാണാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഫോൺ ചാർജ് ചെയ്യേണ്ട പോർട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ടൈപ്പ് സി, അതുപോലെ USB-A പോർട്ട് 2 കൂടെ ഉണ്ട്. 2 പോർട്ട് മാത്രമല്ല, ഈ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ടൈപ്പ് പോർട്ടും കൂടെ കിട്ടും. ഇവിടെയുണ്ട് USB-C-യും. അതുപോലെ വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ ചെയ്യാം. ഡോറ് ക്ലോസ് ചെയ്തു കേട്ടോ. 5:33 ഡോറ് ക്ലോസ് ചെയ്തു. Welcome on board Etihad Air. This train is traveling to Abu Dhabi Mohammed bin Zayed City Station. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓ, തുടങ്ങിയില്ല. ഇന്ന് അപ്പോഴേക്കും അവർ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഗാവ കിട്ടിയിട്ടുണ്ട്. ഗാവയും ഇത് കുടിക്കാൻ മുഴുവൻ പോവാണ് കേട്ടോ. ചോക്ലേറ്റാണ്. ഞാൻ വെച്ചു ഇതായിരിക്കുന്നത് ചോക്ലേറ്റ് ആണ് കേട്ടോ. വാവ്, ഇത് ടണലിലോട്ട് കയറി കേട്ടോ. ടണൽസൊക്കെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. അടിപൊളിയായിരിക്കും കേട്ടോ. ഇതാ നമുക്ക് ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം വീഡിയോ എടുക്കുന്ന ഓപ്ഷൻ അല്ല, അപ്പോഴേക്ക് ഫുഡ് വന്നു അടുത്തത്. ഇതിപ്പം നമുക്ക് പ്രീമിയം മെനു ആണ്. പ്രീമിയം മെനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് ഇവിടെ ഉള്ളത്. എത്തിഹാദ് റെയിലിൻ്റെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഈ ബേക്കറി സെലക്ഷൻ ഉണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലാസിക്സ് എന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ കിട്ടും. ഹെൽത്തി സെലക്ഷൻ ഉണ്ട്. ഇത് പിന്നെ ഓൾ ഡേ മെനു ആണ്. ഓൾ ഡേ മെനു എന്ന് വെച്ചാൽ സാൻഡ്വിച്ച്, കിഡ്സ് സെക്ഷൻ, സ്വീറ്റ് സെക്ഷൻ, ഡ്രിങ്ക്സ്, ഇതൊക്കെ നമുക്ക് ഓൾ ഡേ മെനു എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ എന്തായാലും എൻ്റെ പറാത്തി ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. തിന്നുകൊണ്ടിരിക്കലല്ലേ സമയമുള്ളൂ അല്ലേ? ചായ കുടിച്ചു, ഗാവ കുടിച്ചു, ചോക്ലേറ്റ് കഴിച്ചു, കാപ്പി ചായയും കുടിച്ച്. അടുത്തത് ഇതെന്താ? വാഫിൾസ് വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് ഹണിയാണ്. അത് വാഫിൾസിൻ്റെ ഒരു സിറപ്പ്, ഇത് തേൻ, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ബറക്കാത്തിൻ്റെ ഒരു ഫ്രഷ് ജ്യൂസ്, ഓറഞ്ചാണ് ഞാൻ വാങ്ങിച്ചത്, ലെമണും മിൻറ്റും ഉണ്ടായിരുന്നു, പിന്നെ ഇത് ഒരു കുപ്പി വെള്ളം, പിന്നെ കൂടാതെ കട്ട്ലറീസ് ഒക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചത് എൻ്റെ സീറ്റ് ഇവിടെയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ സിംഗിൾ സീറ്റിലിരിക്കുന്നത്. കമ്പാർട്ട്മെൻറ്റ് മുകളിലുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ലഗേജുകളൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. നമ്മുടെ ഒരു ക്യാരി ഓൺ ലഗേജ് വെക്കുന്ന ടൈപ്പ് ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. വലിയ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ റാക്കുണ്ട്. ഈ റാക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വലിയ ലഗേജുകൾ വെക്കാൻ പറ്റും. എത്തിഹാദ് റെയിൽ UAE ആദ്യത്തെ പാസഞ്ചർ സർവീസാണ്. ഏകദേശം 900 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരിക. ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ സർവീസസ് ഓൾറെഡി ഓപ്പറേഷനിലാണ്. പാസഞ്ചർ സർവീസ് 2026 ജൂൺ 30 തുടങ്ങിയത്. ഓരോ ഫേസ് ആയിട്ട് തുടങ്ങുന്ന പാസഞ്ചർ സർവീസിൽ ഇപ്പോൾ അബുദാബി ഫുജേറ സ്റ്റേഷനാണ് സ്റ്റാർട്ടായിട്ടുള്ളത്. മുഴുവനായി ഓപ്പറേഷൻ ആയി കഴിഞ്ഞാൽ 11 സ്റ്റേഷൻ ഉണ്ടാവും എത്തിഹാദ് റെയിലിൽ. ഈ ട്രെയിനും മണിക്കൂറിൽ 200 കിലോമീറ്റർ സ്പീഡ് വരെ പോകും കേട്ടോ. ഫുജേറയിൽ നിന്ന് അബുദാബി എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് മതി.
യൂറോപ്പിലെ യാത്ര ഈസിയാക്കുന്ന ഷെങ്കൻ വിസയും യൂറേൽ പാസും പോലെ GCCയിലെ എല്ലാ രാജ്യങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ റെയിൽവേ നെറ്റ്വർക്കായി എത്തിഹാദ് റെയിൽ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഇങ്ങനെ സെൻട്രലിലൊരു പാസേജ് സ്ഥലമാണ്. ഇത് പ്രീമിയം ക്ലാസ്സിൻ്റെ 2 സെക്ഷൻ എന്ന് പറയാം. ഇതിപ്പോൾ 1 to 20 ആണ്, നമ്മൾ അങ്ങ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ 29 to 56 ഇങ്ങോട്ടാണ്, ഈ സൈഡിലോട്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത കോച്ചുകളായി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളുണ്ട്. എമർജൻസിക്ക് വേണ്ടിയിട്ട് ഇവിടെ എമർജൻസി കൂടെ SOS ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ എമർജൻസി പുള്ള് വെച്ചിട്ടുണ്ട്. ഡോറ് കാണില്ലേ, അത് അടിപൊളി ഡോറാണ് കേട്ടോ. ടോയ്ലറ്റ് കാണിച്ചു തരാം. ടോയ്ലറ്റ് ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ഇത് ഫ്ലൈറ്റ് ടോയ്ലറ്റ് പോലെ തന്നെയുള്ള സെറ്റപ്പ് ടോയ്ലറ്റാണ്. ആ ഒരു ടൈപ്പാണ്. ഇങ്ങനെ വെച്ച് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഓണായി. ഇവിടെ നിന്ന് കോട്ട് ഹാങ് ചെയ്യാം. കുട്ടികളുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം ഇവിടെ തന്നെ ഉണ്ട്. ഇതാണല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യാം. ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ, കുട്ടികളെ അതിൽ കിടത്തിയിട്ട് ബെൽറ്റൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ടിഷ്യൂസ് ഉണ്ട്. അതുപോലെ ഇതാ സോപ്പ് ഡിസ്പെൻസർ ഇവിടെ ഉണ്ട്. ഇവിടെ എമർജൻസിൻ്റെ സംഭവങ്ങൾ. ടോയ്ലറ്റ് സീറ്റ് കവറൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു കണ്ണാടിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് സീറ്റ്. ഓ, ഇത് കൊള്ളാലോ. കുട്ടിയൊക്കെ വേണ്ടിയിട്ടുള്ള ചെറുതാക്കാൻ വേണ്ടിയിട്ടൊരു എക്സ്ട്രാ സീറ്റ് കവറും കൂടി ഉണ്ട്. അത് കൊള്ളാം. ഇപ്പം നല്ല അടിപൊളി ടോയ്ലറ്റാണ്. വൈഫൈ, ഫ്രീ വൈഫൈ ഉണ്ട്. എത്തിഹാദ് റെയിൽ വൈഫൈ. നമുക്ക് ലോഗ് ചെയ്യാനുള്ള പേജ് വരും. അതിൽ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. OTP കിട്ടിക്കഴിഞ്ഞാൽ OTP വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പം നമുക്ക് ഫ്രീ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. Approaching Abu Dhabi Mohammed bin Zayed City Station. Ladies and gentlemen, we have now arrived at Abu Dhabi Mohammed bin Zayed City Station. ഇതിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെ പുറത്തിറങ്ങിയിട്ടോ. നമ്മൾ അബുദാബി സ്റ്റേഷനിൽ പുറത്തിറങ്ങി. അബുദാബി സ്റ്റേഷനിൽ നിന്ന് അവിടെ നമുക്ക് ട്രെയിൻ നിൽക്കുന്നത് കാണാൻ പറ്റും. അടുത്ത തിരിച്ചു കൊണ്ട് ട്രെയിൻ കുജേരയിലേക്ക് 8:20 ട്രെയിൻ കേട്ടോ. അതാ പുറത്തോട്ട് ഇറങ്ങി സ്റ്റേഷനിലെത്തി കേട്ടോ. സ്റ്റേഷനിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി സ്റ്റേഷനിലോട്ട് എത്തി. ഇവിടെ കുറച്ചുകൂടെ സെറ്റപ്പ് ആണല്ലോ. ഇവിടുത്തെ പ്രീമിയം ലോഞ്ച് കുറച്ചുകൂടെ വലുതാണ്. അടിപൊളിയാണല്ലോ. എത്തിഹാദ് റെയിൽ എന്ന് പറഞ്ഞിട്ട് വലുതായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫോട്ടോൻ്റെ സംഭവമുണ്ട്. കിട്ടും നോക്കിയാലോ. ഇപ്പം തന്നെ അടുത്ത മണിക്കൂറിൽ തിരിച്ചു പോലെ. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ച് കയറി നമ്മൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾക്ക് ഈ അബുദാബിയിലെ സ്റ്റേഷൻ കാണിച്ചു തരാം. അതുപോലെ പുറത്തും കാണിച്ചു തരാം എവിടെയാണെന്നുള്ളതൊക്കെ. ഇവിടുത്തെ ഈ ഹാഫ്ലത്ത് കാർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാർഡാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. നേരെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ കാർഡ് എടുത്തിട്ട് ഇവിടുന്ന് ബസ്സിന് പോകാൻ വേണ്ടി പറ്റും. ഇതാണ് കംപ്ലീറ്റ് മാപ്പ് വരുന്നത്. ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞാൽ അവിടുന്ന് ഫുജേറ സ്റ്റേഷൻ, അൽദെയ്ദ്, അവിടെ നമ്മളിങ്ങനെ വന്ന് ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റി സ്റ്റേഷൻ, ദുബായിലെ സ്റ്റേഷൻ, പിന്നെ അൽഫയ സ്റ്റേഷൻ. ഇതാണ് നമ്മളുള്ള അബുദാബി മുഹമ്മദ് ബിൻ സായദ് സിറ്റി സ്റ്റേഷൻ. അവിടുന്ന് നേരെ പോയിട്ട് മിർഫ, അൽദാന, പിന്നെ അൽസിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് സൗദിയായി. അവിടെ തന്നെ ഈ ഒരു ഇവിടുന്ന് വേറൊരു കണക്ഷനായിട്ട് മദീന സായദ് സ്റ്റേഷനും അതുപോലെ ലിബാ സ്റ്റേഷനും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ നെറ്റ്വർക്ക് വരുന്നത്. 11 സ്റ്റേഷൻസ് ഉണ്ട്. ഒരു കാർ റെൻ്റൽ സർവീസും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ തന്നെ ത്രിഫ്റ്റിയുടെ തന്നെ ഒരു കാർ റെൻ്റൽ സർവീസാണ് എത്തിഹാദ് റിലേറ്റഡ് ഉള്ള ഒരു കണക്ഷനിൽ. അതും വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സിനും പോകാൻ പറ്റും. അല്ല, ഷട്ടിൽ ബസ്സിൻ്റെ ടൈമിംഗ് ഇവിടെ എഴുതിയിട്ടാണ്. 3 സ്ഥലത്തുണ്ടാകും ഷട്ടിൽ ബസ് കേട്ടോ. അൽഡ്രീം, ആറ്റ്നെക്ക്, ആറ്റ്നോക്ക്, 3 സ്ഥലത്ത് MBZ സിറ്റി സ്റ്റേഷനിൽ. ഇതാണ് ടൈമിംഗ്. മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ ടു സൺഡേ. ഇതാണ് ടൈമിംഗ്. അതായത് 3 ട്രെയിൻ ഉണ്ട് ഇവിടെ. മൺഡേ ടു ഫ്രൈഡേ 3 ട്രെയിൻ, സാറ്റർഡേ സൺഡേ 2 ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനിൻ്റെ ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഷട്ടിൽ ബസ് കിട്ടും. അതുപോലെ ITC ബസ് സർവീസ്. ഇവിടുത്തെ അബുദാബി ബസ് സ്റ്റേഷൻ്റെ സ്റ്റേഷൻ സർവീസുകൾ ഇത്രയും സർവീസുകളുണ്ട്. MR1, MR2 എന്ന് പറഞ്ഞിട്ട് 2 ഇതുണ്ട്. MBC സിറ്റി സ്റ്റേഷൻ, അബുദാബി സിറ്റി സ്റ്റേഷനിലോട്ട്, അൽസഹിയ ബസ് സ്റ്റേഷനിലോട്ട് 2 ബസ്സാണുള്ളത്. എക്സിറ്റ് ചെയ്തിട്ട് ഈ മുഹമ്മദ് ബിൻ സായദ് സിറ്റി സ്റ്റേഷൻ്റെ പുറത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. തിരിച്ചുള്ള ട്രെയിൻ 8:15 7:30 ഇനി 3/4 മണിക്കൂറുകൊണ്ട് നമ്മൾ തിരിച്ചു പോകും. ഇതാണ് ഫ്രണ്ട് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ സെയിം അത് തന്നെ അല്ലേ, ഫുജേറയിലെ സ്റ്റേഷൻ പോലെ തന്നെയാണ്. ഇവിടെ കുറച്ചുകൂടെ റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ മുകളിൽ മാർക്കിംഗ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലാണ്. അതെ അതെ, കുറച്ചുകൂടെ സൈഡിലാണ്. നേരെ റോഡ് സൈഡിലാണ്. റോഡിന് എൻ്റെ ഫ്രണ്ട് കൂടെ തന്നെ പോകുന്നുണ്ട്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാ ബൈസിക്കിൾ പാർക്കിംഗ് ഉണ്ട്. ബൈസിക്കിൾ പാർക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതാ ഇവിടെ പാർക്കിംഗ് ഇപ്പം ഫ്രീ ആണ്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഫ്രീ ആണ്. അതുപോലെ ഇതാ സൈക്കിൾ ട്രാക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ ഈ ട്രാക്കിന്റെ മറ്റേ സൈഡാണ് ദൽമാമകൾ വരുന്നത്. പുറത്തിറങ്ങി ഉള്ളിലോട്ട് കയറുകയാണ്. നമ്മളെ ട്രെയിനിന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ബോർഡിങ് സ്റ്റാർട്ടാവും. അപ്പോൾ ഉള്ളിൽ കയറാം.
നമ്മൾ തിരിച്ചു പോകുന്നത് പ്രീമിയത്തിലല്ല, ഇങ്ങോട്ട് വന്നത് പ്രീമിയം അല്ലേ, ഹൈ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്നത് എക്കണോമി, കംഫർട്ട് എന്ന് പറയുന്നത് വേണമെങ്കിൽ എക്കണോമിക് ക്ലാസ് എന്ന് പറയാം, കംഫർട്ട് ക്ലാസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തിരിച്ചു കയറി. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ WH സ്മിത്ത് എന്നുള്ളൊരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്, പിന്നെ സ്റ്റാർബക്സ് ഉണ്ട്, അവിടെ വേറൊരു കോഫി ഷോപ്പ് ഉണ്ട്. പ്രീമിയം ലോഞ്ച് ഇവിടെ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. മുകളിൽ കയറി നമുക്ക് ഇത് എത്തിഹാദ് എന്ന് പറഞ്ഞാൽ ഇതില്ല, ഇതിൻ്റെ മുകളിൽ പ്രീമിയം ലോഞ്ച് ഉണ്ട്. പ്രീമിയം ക്ലാസ്സിൽ പോകുന്നവർക്കാണ്, കംഫർട്ട് ക്ലാസ്സിലുള്ളവർക്ക് താഴെ തന്നെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇതാണ് പ്രീമിയം ലോഞ്ച് വരുന്നത്. ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. ഈ സൈഡിൽ ഇരിക്കാൻ നല്ല സ്ഥലമുണ്ട്. ഒരു സൊവനീർ പോലെ ഇവിടെ എത്തിഹാദ് റെയിലിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ക്യൂ ആണ്. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ആദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. പിന്നീട് പിന്നെ നോർമൽ ട്രെയിൻ സർവീസിലോട്ട് മാറും. അതുവരെ നമുക്കൊരു പുതുമയാണ് അല്ലേ, പുതുമ തീരുന്നതിന് മുന്നേ കാണേണ്ടതാണിത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോട്ടോ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 കോപ്പി കിട്ടും. കൊള്ളാമല്ലേ? നല്ല കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ സോവനീറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടിക്കറ്റ് എടുത്തോ, നമുക്ക് പോകാനായി. അപ്പോൾ ഞാൻ അപ്പോൾ ഇത് പ്ലാറ്റ്ഫോം 2 എന്നാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ വരുന്നത്. പ്ലാറ്റ്ഫോം 2 എന്നാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നിർത്തിയ ആ ഒരു സാധനം തന്നെയായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ വരുന്നുണ്ട് വീഡിയോ എടുത്തുകൊണ്ട്. ഇതൊക്കെ റീലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. വേൾഡ് റൗണ്ടേഴ്സ് 2 എന്ന് പറഞ്ഞ ഹാൻഡിൽ പോയി നോക്കിയാൽ മതി. വരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ താഴെ കൂടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ. എസ്കലേറ്റർ ഇറങ്ങി താഴെ ഇറങ്ങി പ്ലാറ്റ്ഫോമിൻ്റെ താഴെ കൂടെ പോകുന്നത്. അത് പോകുന്ന സമയത്ത് ഇവിടെ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2022 21 സ്റ്റാർട്ട് ചെയ്തിട്ട് 22 23 24 25 26 ഉദ്ഘാടനം കഴിഞ്ഞു. വെറും 5 വർഷം കൊണ്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. 819 സെയിം. രണ്ട് ട്രെയിൻ ഉണ്ടോ? 819 820 രണ്ട് ട്രെയിൻ ഉണ്ടോ? തിരക്കുണ്ടോ ഒന്ന്? അതായത് നമ്മൾ 819 ട്രെയിനിനാണ് പോകുന്നത് അല്ലേ? 819 890 രണ്ട് ഒരേ ട്രെയിൻ ഉണ്ടല്ലേ? സമയം മാറി പോയിട്ടൊന്നുമില്ലല്ലോ. 1 മിനിറ്റ് വ്യത്യാസം 2 ട്രെയിൻ ഉണ്ട്. 820 ബോഡിയർ 819 ബോഡിയറോ? 2 ട്രെയിൻ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എഞ്ചിന്റെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സൗണ്ടിലാണ്. പ്ലാറ്റ്ഫോം അല്ല, കോച്ച് നമ്പർ 5 അല്ലേ? ഹലോ 5 819 or 819. That's also going to Fujairah? Oh, going together? Okay. കണക്ട് ചെയ്തിട്ടാണ്. It was not there when we were booking 820. It's extra one. Passengers load up. Okay, thank you. ആളുകൾ എണ്ണം കൂടിയോണ്ട് കണക്ട് ചെയ്തിട്ടു. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ 2x2 സീറ്റിംഗ് ആണ്, മറ്റേതിൽ 1x2 സീറ്റിംഗ് ആണ്. അതാണ് ഡിഫറൻസ് ഉള്ളത്. നമ്മൾ 5ാമത്തെ കോച്ചിൽ 44 and 43 ആണ് നമ്മുടെ സീറ്റ്. യെസ്, നമുക്കൊരു സിംഗിൾ വിൻഡോ ആണ് ഇവിടെ 2 പേർക്ക് ഷെയറിംഗ് വിൻഡോ ആണ്. ഇപ്പോൾ പറക്കരുത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ലഗേജ് വെക്കുന്ന മറ്റേതിൽ തന്നെ ലഗേജ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ മുകളിൽ ലഗേജ് വെക്കാം. സെയിമാണ്, സിമിലറാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്കൊന്ന് സീറ്റിങ്ങിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ്. കുറച്ചുകൂടെ വൈഡ് ആണത്. മറ്റോടെ കുറച്ചുകൂടെ വൈഡാണ്. ഇതും റിക്ലൈനബിൾ ആണ് കേട്ടോ. ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ റിക്ലൈൻ ചെയ്യാം. ഇത് മാനുവൽ റിക്ലൈനബിൾ ആണ്, മറ്റേത് ബട്ടൺ ഞെക്കിയിട്ടുള്ള റിക്ലൈനബിൾ ആണ്. അതാണ് ഡിഫറൻസ്. പിന്നെ ട്രേ ടേബിൾ ഉണ്ട്. പിന്നെ എക്സ്ട്രാ മൊബൈൽ വെക്കേണ്ട, മൊബൈലും ടാബും വെക്കേണ്ട ഇതില്ല. പിന്നെ ഹാങ്ങിങ് ബാഗ് ഇവിടെ തൂക്കാൻ പറ്റും, അതുപോലെ ഇവിടെ തൂക്കാൻ പറ്റും. ചാർജിങ് പോർട്സ്, ലെഗ് റെസ്റ്റ് ഇല്ല. അതുപോലെ ഇവിടെ പക്ഷേ ചാർജിങ് പോർട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, 2 ഉണ്ട്. ടൈപ്പ് എയും ടൈപ്പ് സിയും രണ്ടെണ്ണം വീതം ഉണ്ട്. സൈഡിൽ ഈ സൈഡിലുണ്ടോ? ഈ സൈഡിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, നമുക്ക് കുത്താൻ പറ്റും. ഇവിടെ അവരെന്തോ ഒരു സാധനം, ഒരു നെറ്റ്വർക്കിൻ്റെ സാധനം എന്തോ കണക്ട് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അത് ഇവരെന്നെ വെച്ചാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു എന്തോ വൈഫൈയുടെയോ നെറ്റ്വർക്കിൻ്റെയോ കണക്ഷൻ എന്തോ സംഭവമാണ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്രയോറിറ്റി സീറ്റിംഗ് ആണ്. പക്ഷേ നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഇങ്ങനെ ഓപ്ഷൻസ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് നമ്മളിത് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ട്രെയിൻ കറക്റ്റ് സമയത്ത് 8:20 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലുണ്ട് ചോക്ലേറ്റ്. എത്തിഹാദിന്റെ ഇവരുടെ മെയിൻ്റനൻസിന്റെ ഒക്കെ സ്റ്റേഷൻ ആണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, കുറെ ട്രെയിനും ഇതൊക്കെ കിടപ്പുണ്ട്. വെയർ ഹൗസ് ആയിരിക്കും. മെയിൻ്റനൻസ് യാർഡ് എത്തിഹാദിന്റെ.
ഇതാ ഇങ്ങനെയാണ് കംഫർട്ട് ക്ലാസ്സിലെ മെനു. രണ്ട് മെനു ഡിഫറെൻ്റ് ആണ്. ഇതിലിപ്പം ഇതാ നമ്മൾ പറഞ്ഞത് എമറാത്തി ചബാബ് പാൻ കേക്ക്സ് വിത്ത് ഹണി, പിന്നെ ഫലാഫൽ തൈനർ ആണ്. നമ്മൾ ഫലാഫൽ ഗ്രിൽ ചീസ് വേണം. ഗിവ് മീ വൺ ഗ്രിൽ ചീസ്. തിരിച്ചു വന്നു വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ കംഫർട്ട് ക്ലാസ്സിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഗ്രിൽ ചീസ് സാൻഡ്വിച്ചും എമറാത്തി ചബാബ് പാൻ കേക്ക് ആണ് കഴിക്കാൻ പോകുന്നത്. പീപ്പിൾ ഡിറ്റർമിനേഷനിലവർക്ക് വരുന്ന വീൽ ചെയറിൽ വരുന്നവർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അതിനൊരു സീറ്റ് ബെൽറ്റ് പോലെ ഒരു ബെൽറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബാത്റൂമാണ് അവിടെ ഉള്ളത്. ട്രേ ടേബിൾ വേറെ തന്നെയാണ്, കണ്ടോ? ഇങ്ങനെയാണ് ട്രേ ടേബിൾ വരുന്നത്. ഇങ്ങനെ ഇത് കണ്ട, ഇവിടെ ഇരുന്നിട്ട് ഈ ട്രേ ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും പീപ്പിൾ ഡിറ്റർമിനേഷന്. ഇത് കൊള്ളാം കേട്ടോ, വെൽ തോട്ട് ഔട്ടാണ് എല്ലാ സംഭവങ്ങളും. കംഫർട്ട് ക്ലാസ്സിൽ താഴെ കാർപ്പറ്റ് ഒന്നുമില്ല കേട്ടോ, കാർപ്പറ്റ് ഇല്ല. അതുപോലെ പിടി ഇവിടെയാണ് വരുന്നത്, മറ്റേതിന് പിടി ഇവിടെയായിരുന്നു. അതുപോലെ മൊബൈൽ വെച്ച് കാണാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ ട്രേയുടെ പുറകിൽ ഇങ്ങനെ റെഡ് കളറും അതുപോലെ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നുമില്ല. അങ്ങനത്തെ അതായത് ബേസിക്കായിട്ടുള്ള സംഭവമാണ്. അതാണ് ഒരു ഡിഫറൻസ്, കാണാനുള്ള ഡിഫറൻസും. അതുപോലെ പക്ഷേ ലെഗ് സ്പേസ് ഒക്കെ സെയിം ആണ് കേട്ടോ, സെയിം ടൈപ്പ് ഓഫ് ലെഗ് സ്പേസ്. ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും മതി, ഐ മീൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളങ്ങനെ ഫുജേറ സ്റ്റേഷനിലോട്ട് എത്തി. നമ്മൾ രാവിലെ വന്ന സ്ഥലം അല്ലേ, രാവിലെ തന്നെ നമ്മൾ ഇരുട്ടിലായിരുന്നു വന്നെത്തിയത്. വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് താഴെയാണ്. വണ്ടി കാണുന്നുണ്ടോ? രണ്ട് ട്രെയിൻ കണക്ട് ചെയ്തിട്ടാണ് വന്നത്. രണ്ട് എഞ്ചിൻ കാണുന്നത്, എഞ്ചിൻ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കൊള്ളാട്ടോ. ഇത്തിഹാദ് റെയിലിന് നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പോയി, ഫുജേറ അബുദാബി പോയി, അബുദാബിയിൽ നിന്ന് ഫുജേറ പോയി, കംഫർട്ട് ക്ലാസ്സിൽ പോയി, അതുപോലെ പ്രീമിയം ക്ലാസ്സിൽ പോയി. എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഫുഡും കഴിച്ച് അല്ലേ, അടിപൊളിയായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും വന്ന് നോക്കണതാണ്. ഇവിടെ നമ്മുടെ UAE നിൽക്കുന്ന ആൾക്കാരെല്ലാവരും വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്.